Because of this, many people are sick and weak. Many are sick and weak. Many are sleeping. ഓക്കെ, അത്രയും മതി കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? നിങ്ങളിത് ജഡത്തിലല്ല വിവേചിക്കേണ്ടത്, ആത്മാവിൽ വിവേചിക്കണം. നമ്മുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇത് ഇവിടെ കൊണ്ട് തീർത്തല്ലേ, എപ്പോഴും ആത്മാവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ലവ് യുവർ സ്പിരിറ്റ് മോർ ദാൻ യുവർ ബോഡി. എന്താ വഴക്ക് നടക്കുന്നത്? എന്താണ്? എന്താ ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടമില്ലാത്തത്? ബിക്കോസ് യു ആർ ലവിങ് യുവർ ബോഡി. ഇഫ് യു ലവ് യുവർ സ്പിരിറ്റ്, നിങ്ങളുടെ ആത്മാവിനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആത്മാവ് പറയും, ഞാനും അവനും ഒക്കെ ഒരേ സ്ഥലത്തു നിന്ന് വന്നതാണെന്ന് പറയും. ആത്മാവ് എന്ത് പറയും? എൻ്റെ ആത്മാവ് പറയുന്നതാണ് ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന്. മൈ സ്പിരിറ്റ് വിൽ സേ ഇറ്റ് ഹാസ് കം ഫ്രം ഗോഡ്. ദ അതർ സ്പിരിറ്റ് വിൽ ഓൾസോ സേ വി ഹാവ് കം ഫ്രം ഗോഡ്. ദർ വിൽ ബി യൂണിറ്റി ഇൻ സ്പിരിറ്റ്. എല്ലാം പിടികിട്ടിയ? ജഡം പ്രത്യേകമാണ്, പക്ഷെ ആത്മാവെല്ലാം ദൈവത്തിൽ നിന്ന് വന്നതാണ്. ഒന്ന്, ദ ബോഡി ഹാസ് ബീൻ മെയ്ഡ് ഫ്രം ദ എർത്ത്. ജഡം ഉണ്ടാക്കിയത് ഭൂമിയിൽ നിന്നാണ്, പക്ഷെ ആത്മാവ് വന്നത് ഒരേ സ്ഥലത്തു നിന്നാണ്. എല്ലാം പിടികിട്ടിയ? ജഡം ഉണ്ടാക്കിയത് ബോഡിയിൽ നിന്നാണ്, ആത്മാവ് വന്നത് ബോഡി. അപ്പൊ ആത്മാവിൽ നടക്കുന്നവന് അസൂയയില്ല, ആത്മാവിൽ നടക്കുന്നവന് സ്നേഹമാണ്. കാര്യം അവൻ ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ ആത്മാവും അവൻ്റെ ആത്മാവും എല്ലാം ഒരേ സ്ഥലത്തു നിന്നാണ് വന്നത്. ആ വീട്ടിലുള്ളതല്ല, ആ കൊട്ടാരത്തിലുള്ളതല്ല, ആ കുടിലുള്ളതല്ല, ഇതെല്ലാം ഒരേ ദൈവത്തിൽ നിന്നുള്ളത്. പറഞ്ഞ മനസ്സിലായേ? എന്താ ആൾക്കാർ തമ്മിൽ സ്നേഹമില്ല? Why people are having hatred with one another? They are thinking in flesh. They are seeing in flesh. പുറമേയുള്ള കണ്ണുകൊണ്ട് നോക്കി ശരീരത്തിന് നിറവും കളറും എല്ലാം തീരുമാനിക്കുന്നു, സമ്പത്ത് നോക്കുന്നു. എവറിത്തിങ് ദേ ആർ സീയിങ് ത്രൂ ദെയർ എക്സ്റ്റേണൽ ഐസ്. എല്ലാം പിടികിട്ടിയ? പുറമേയുള്ള ഈ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഒരാൾ കൊള്ളത്തില്ല, അയാൾ കൊള്ളാന്ന് പറയുന്നത്. കാര്യം എന്ത്? പുറത്തുള്ള കണ്ണുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. എല്ലാം പിടികിട്ടിയ? യു ഹാവ് ടു സീ എ പേഴ്സൺ ത്രൂ ദ സ്പിരിറ്റ്. മേക്ക് യുവർ ബോഡി ഡെഡ്. നിങ്ങളുടെ ഞാൻ പറയുന്ന പോലെ പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ മരിച്ചു കളയുക. ശരീരം മരിക്കുമ്പോൾ ഈ കണ്ണും ചത്തു, ബ്രെയിൻ ചത്തു, എല്ലാം ചത്തു. ദെൻ യു ഹാവ് ടു ബി ആക്റ്റീവ് ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ നമ്മൾ ഉണർന്നിരിക്കുകയാണ്. ഒരാൾ വരും, when a person comes you will see through the inner eyes. അകത്തെ മനുഷ്യനിലൂടെ കാണും. Then what you will realize, അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? He has come from God, me also come from God. ഞാനും അവനും ഒരേ പിതാവിൽ നിന്ന് വന്നു. എല്ലാം പിടികിട്ടിയ? ആ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്ക് കിടക്കുന്നത്. എല്ലാം പിടികിട്ടിയ? എന്താ എല്ലായിടത്തും വഴക്കും അസൂയൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണ്? അയാൾ വേറെ കണ്ടുള്ള ആള്, വേറെ വീട്ടിലുള്ള ആള്. ഇത് ഒരേ പിതാവിൽ നിന്ന് വന്നിരിക്കുന്ന സാധനമാണ്. യഹോവയിൽ നിന്ന് വന്നിരിക്കുന്ന സാധനമാണ് എല്ലാവരുടെ ഉള്ളിൽ ഇരിക്കുന്നത്. How can you love God when you reject other spirit that has come from God? യഹോവയിൽ നിന്ന് വന്ന മറ്റൊരു ആത്മാവിനെ തേച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് യഹോവയെ സ്നേഹിക്കാൻ കഴിയും? എത്ര പേർക്ക് മനസ്സിലായി? പിടികിട്ടിയെന്ന് അറിയത്തില്ല. ഇത് ഭയങ്കര മർമ്മമാണ് കേട്ടോ. നമ്മൾ ആത്മാവിൽ വേണം എപ്പോഴും നടക്കാൻ. ആത്മാവിൽ നടന്ന് എല്ലാവരും ഒരേ ദൈവത്തിൽ നിന്ന് വന്നത്. പറഞ്ഞ മനസ്സില്ല? അപ്പം മൃഗങ്ങളെയും കൂടെ സ്നേഹം വരും. കാര്യം എന്ത്? ഗോഡ് ക്രിയേറ്റഡ് ദ ആനിമൽ എവറിത്തിങ്. മൃഗങ്ങളെ ചിലരൊക്കെ പട്ടിയൊക്കെ എറിയുന്ന കണ്ടിട്ട് എന്താണ്? അവൻ ദുഷ്ടനാണ്. ചിലർ പട്ടിയെ എറിയും. എന്തുകൊണ്ടാണ്? It is God who created everything. We have to love everything. പിടികിട്ടിയ?